അർജുൻ അടുത്തെത്തി എന്ന് കണ്ടപ്പോ കർണൻ പറഞ്ഞു, പാർത്ഥ, ഈ രഥത്തിന്റെ ചക്രം പുറത്തെടുക്കുന്നവരെ നീ ഒന്ന് നിൽക്കണം. ഭീരുക്കൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് നീ പോവരുത്. പുണ്യാത്മാക്കളായിട്ടുള്ള യോദ്ധാക്കൾ ഒരിക്കലും നിരായുധനായിട്ടിരിക്കുന്ന യോദ്ധാവിനെ കൊല്ലാൻ ശ്രമിക്കാറില്ല. നീ ഒരു വീരയോദ്ധാവാണ്, പുണ്യാത്മാവാണ്. എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. ഞാൻ നിമിഷങ്ങൾക്കകം യുദ്ധം ചെയ്യാനായിട്ട് വരും. ക്ഷത്രിയ ധർമ്മത്തെ നീ മറന്നു പോരുത്. അതുകൊണ്ട് ഞാൻ ഈ രഥത്തിന്റെ ചക്രത്തെ പുറത്തെടുക്കുന്നവരെ നീ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് പല പ്രാവശ്യവും മഹാഭാരതത്തിൽ ഈ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് അവർക്ക് തോന്നും കർണനോട് എന്തിനാണ് ഇത്ര അനീതി അധർമ്മമൊക്കെ ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉത്തരം ഭഗവാൻ തന്നെ പറഞ്ഞു. കർണൻ അത്രയ്ക്ക് അധർമ്മിയായിരുന്നു അല്ലേ. അന്നേരം ഭഗവാന് വേണമെങ്കിൽ നേരെ ചൊവ്വേ കർണനെ കൊല്ലാം. പക്ഷേ അധർമ്മിയെ അധർമ്മത്തിലൂടെ തന്നെ കൊല്ലുക എന്നത് ഭഗവാന്റെ തീരുമാനമാണ് അല്ലേ. ദ്രൗപദി ദേവി അപമാനിച്ചപ്പോൾ കർണന്റെ ധർമ്മമൊക്കെ എവിടെ പോയി? അഭിമന്യുവിനെ കൊല്ലുന്ന സമയത്തും കർണന്റെ ധർമ്മമൊക്കെ എവിടെ പോയി അല്ലേ. അന്നേരം ഒരുപാട് അധർമ്മത്തിന് കൂട്ടുചെന്നു കർണൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ തന്നെ കണ്ടില്ലേ, അർജുൻ പല പ്രാവശ്യവും കർണനെ കൊല്ലേണ്ട ഒരു സാഹചര്യത്തിന്റെ അടുത്ത് വരെ എത്തിയിരുന്നു. അന്നേരം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല രഥം ഭൂമിയിൽ താഴ്ന്നതുകൊണ്ട് മാത്രമാണ് അർജുൻ കൊന്നതെന്ന്. കർണനും തീർച്ചയായിട്ടും ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ്. പക്ഷെ കർണൻ അവിടം വരെ എത്തിയതും അധർമ്മത്തിലൂടെയാണ് അല്ലേ. ഒരുപാട് അധർമ്മങ്ങൾ ചെയ്താണ് കർണൻ അവിടം വരെ എത്തിയത്. അന്നേരം ആ അധർമ്മത്തിന്റെ ഫലമാണ് കർണൻ അവസാനം അനുഭവിക്കേണ്ടി വരുന്നത്. അന്നേരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത് പഠിക്കേണ്ടത്, നമുക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആ കഴിവുകളെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അധർമ്മത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്തായാലും അനുഭവിക്കേണ്ടി വരും.